തിരുവനന്തപുരം ശ്രീകാര്യം ഗാന്ധിപുരത്താണ് ഈ കാണുന്ന ആഡംബര വീട് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. വീടിന് മാത്രമേ ആഡംബരമുള്ളൂ, പക്ഷേ പ്രൈസ് വന്നിട്ട് അത്ര ആഡംബരമായിട്ടുള്ളൊരു പ്രൈസ് അല്ല ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ഗാന്ധിപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി, അതായത് ശ്രീകാര്യം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞ് വലത്തോട്ട് ഗാന്ധിപുരത്തേക്ക് പോകുന്ന വഴി ഗാന്ധിപുരം ജംഗ്ഷനിൽ തന്നെ SKN സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു കടയെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് കയറുമ്പം തന്നെ ഇടത്തോട്ട് വീണ്ടും ഒരു വഴിയുണ്ട്. അത് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് 7.5 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം നല്ല വലിയൊരു വീടെന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് മുൻവശം നോക്കി, ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള മുറ്റമാണ്. ഇവിടെ എല്ലാം തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിൻവശത്തേക്കും അത്യാവശ്യം നല്ല വലിയൊരു ബാക്ക് യാർഡ് തന്നെ കിട്ടുന്നുണ്ട്. അത് ഞാൻ പിൻവശത്ത് പോകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. നമുക്കിതാ ഈ കാണുന്ന പോലെ ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി ഒരു ഫൗണ്ടൈനൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്ത് വന്ന് ഈ വെള്ളം ഫിൽട്ടറായി നീറ്റായിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വെള്ളം അങ്ങനെ മാറ്റണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതായത് ഇതിനോ നോക്കി ഗോൾഡ് ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അടിപൊളിയാണല്ലേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. നമുക്കിതാ ഇവിടെ എല്ലാം തന്നെ ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുൻവശത്തുള്ള വരാൻ നോക്കി അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. നമുക്കിതാ ഇവിടെയൊക്കെ തന്നെ 2-3 കസേരയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ പത്രം വായിക്കാനോ അതിനെല്ലാം തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മുൻവശത്തുള്ള വാതിലുകളെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ അത് അതിൻ്റെ കളർ വന്നിട്ടൊരു വാർണിഷ് കൊടുത്ത് നമുക്കിതിനകത്തേക്കുള്ള കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കളറാക്കിയിട്ടുള്ളത്. വീടിനകത്തേക്ക് കയറുമ്പോഴുള്ള വർക്ക് നോക്കി. ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. എല്ലായിടത്തും ഒത്തിരിയധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സീലിങ്ങിലെല്ലാം തന്നെ നീറ്റായിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ വെക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. കിച്ചണിൽ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഈ കാണുന്ന പോലെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിനകത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചണാണ്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. മേളിലേക്ക് എല്ലാം തന്നെ മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മേളിലേക്കുണ്ട്. ഇനി താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇതുപോലെ പുൾ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, നമ്മുടെ കിച്ചണിനകത്ത് ഇടാൻ പറ്റുന്ന മാറ്റാണ് കേട്ടോ. അത് കൊള്ളാം, ഒട്ടും തെന്നത്തില്ല. നമുക്ക് കിച്ചണിലൊക്കെ എപ്പോഴും വെള്ളമൊക്കെ വീഴുന്നതല്ലേ, അപ്പോൾ ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജെല്ലാം ഒതുങ്ങിയിരുന്നോളും. അതിനുശേഷം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഒരു ചെറിയൊരു കിച്ചണിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള വർക്ക് ഏരിയ ആണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. പിൻവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയൊരു അടുക്കളത്തോട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലും കുറേ ചെടികളൊക്കെ ഓൾറെഡി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാവിൻ തൈയൊക്കെ പുതിയത് വാങ്ങി വെച്ചതാണ്. ഒരു തെങ്ങും നിൽപ്പുണ്ട്, കായ്ച്ചു തുടങ്ങിയല്ല, നല്ല രീതിയിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങും പ്രോപ്പർട്ടിക്കകത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഈ ഗൾഫ് കൺട്രീസിലേക്ക് പല വീടുകളും കാണുമ്പോഴത്തേക്കുമാണ് ഈ രീതിയിലുള്ള വർക്കുകളൊക്കെ കാണുന്നത് കേട്ടോ. കൂടുതൽ ഇതുപോലൊരു ഗോൾഡൻ കളറിലെ ഫിനിഷൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ വാഷ് ബേസിനെല്ലാം വന്നിട്ടൊരു ഗോൾഡൻ കളറിലാണുള്ളത്. ഇത് ഇവിടെ നമുക്കൊരു സ്പേസ് കിട്ടുന്നത് ഇങ്ങനെ എന്തെങ്കിലും സാധനം വെക്കാൻ കണക്കിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുണ്ട്. അതുപോലെ മേളത്തെ നിലയിൽ 2 ബെഡ്റൂമും പിന്നെ ഒരു ഓഫീസ് സ്പേസുമാണ് വരുന്നത്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ്. ഒത്തിരിയധികം വർക്കുകൾ നമുക്ക് ഈ ചുമരിലെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്ക് കബോർഡിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു 2 പാർട്ടീഷനിലെ കബോർഡ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടിയിലേക്ക് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഇരിക്കുക, കിടക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്തും നീറ്റായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിലും നമുക്ക് കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പോയിട്ട് ഈ ഷവർ യൂണിറ്റ് ഒക്കെ നോക്കി, നമുക്ക് ഇപ്പോഴത്തെ പുതിയ രീതിയിൽ ഇതിൽ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ വെച്ചാൽ ഞാൻ ഇതിൽ ഓരോന്ന് ഞെക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ ഇതിൽ ഓരോ സാധനവും വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ നമുക്ക് ഈ കാണുന്നത് പോലെ ഒരു ഹാഫ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം കാണാം. ഉള്ളിലുള്ള ഡോർസ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ്. നമുക്ക് ഇപ്പം കണ്ടതുപോലെ തന്നെ അതേ രീതിയിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ചുമരിലെല്ലാം തന്നെ ഇതുപോലെ ലൂവേഴ്സൊക്കെ വെച്ച് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ബാത്റൂം എല്ലാം സെയിം ഡിസൈനാണ് കേട്ടോ. അതായത് എല്ലാ ബാത്റൂമിനകത്തും നമുക്കിതുപോലെ ഒരു ഹാഫ് പാർട്ടീഷൻ കൊടുത്ത് ആ ഒരു യൂണിറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം പോലെ കൺസിഡർ ചെയ്യാവുന്ന റൂമാണ്.
ഇതിനകത്തുള്ള നമുക്ക് പൈപ്പ് ഫിറ്റിങ്സും ഡിഫറൻ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് ഇതിനകത്ത് ഷവർ യൂണിറ്റിലെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഗ്രാൻഡ് ആയിട്ടുള്ള അടുത്തൊരു കോമൺ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നു വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് പ്രയോജനപ്പെടുത്താം കേട്ടോ. ഇവിടെ ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂംസ് ഉണ്ട്. അതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം. 2 ബെഡ്റൂമുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. ഇതിനകത്തൊരു ഗ്ലാസ് പാർട്ടീഷൻ അടക്കം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ഇതുപോലെ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് ടേബിൾ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ കട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു പ്രകാശം ഉണ്ടാവും അല്ലേ. നൈസ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഒത്തിരിയധികം ഇതുപോലുള്ള അലങ്കാര പണികൾ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. നമ്മുടെ പിൻവശത്തേക്ക് ഈ കാണുന്ന പോലെ ഒരു ഓപ്പൺ ടെറസ് അല്ല, കവേർഡ് ടെറസ് നമുക്കുണ്ട്. എന്നു വെച്ചാൽ ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും എല്ലാം തന്നെ മറച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇതുപോലെ അക്രലിക് ഷീറ്റ് വെച്ച് മറച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. അല്ലാണ്ട് ഒരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തുണിയെല്ലാം ഇവിടെ തന്നെ ഉണങ്ങാനിടാൻ സാധിക്കും. ഈ ഒരു സ്പേസിലടക്കം നമുക്ക് ഫാന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ടെറസിലേക്ക് കയറാം. മേളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള വയറിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിന് പ്രഷർ കിട്ടാൻ വേണ്ടി ബൂസ്റ്റർ പമ്പ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ കാണുന്നത് നമ്മുടെ ഒരു ഓഫീസ് സ്പേസ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ബെഡ്റൂമായിട്ട് 5ാമത്തെ ബെഡ്റൂമായിട്ട് ഈ റൂമിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു വർക്ക് സ്പേസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിരുന്ന് വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താം. ഇതിൽ നിന്നും നമുക്ക് ഇങ്ങനെ ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മേളത്തെ നിലയിൽ അടുത്തൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. ഈ ബെഡ്റൂമും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ഓഫീസ് സ്പേസിന് വേറെ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. അത് പോയിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കി നമ്മളെ ശരിക്കും കാർ പോർച്ചിൻ്റെ മേളിൽ വരുന്ന ആ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെയും നമുക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ നല്ലൊരു സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിന് പുറത്തുകൂടെ നമുക്ക് ഈ മേളത്തെ നിലയിലേക്ക് കയറാൻ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്കിത് 2 യൂണിറ്റാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു ഓപ്പൺ ടെറസ് ഇല്ലേ, അവിടെ നിങ്ങൾക്ക് കിച്ചൺ ആക്കിയതിന് ശേഷം ഈ മേളത്തെ നില ഒരു സെപ്പറേറ്റ് വീടാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴി കയറി വന്ന് അവർക്ക് ഇതൊരു ലിവിങ് സ്പേസ് ആക്കി അകത്തേക്ക് ഡൈനിങ്ങും അത് കിച്ചണും ബാക്കി 2 ബെഡ്റൂം വരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ആ രീതിയിലാണ് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 7.5 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ്. നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ശ്രീകാര്യം കയറാൻ 2 കിലോമീറ്ററിൽ ശ്രീകാര്യം, അതുപോലെ തന്നെ കാര്യവട്ടത്തേക്ക് ഈസി ആക്സസ് ആണ്. ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ ഏത് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ, പ്രൈം ലൊക്കേഷൻ ഗാന്ധിപുരത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,65,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കി. എന്തായാലും വന്ന് കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഇതിനകത്തുള്ള ഡിസൈൻ വർക്കുകളെല്ലാം കണ്ടപ്പോൾ തോന്നിയത് കൂടുതൽ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്റീരിയർ ചെയ്യുന്ന ആരോ ചെയ്ത വർക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ആ രീതിയിലൊരു കളർ തീമൊക്കെയാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ചൂസ് ചെയ്തിട്ടായിരുന്നു. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. 1,65,00,000 രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം.